തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ഒരു പഞ്ചായത്തിന് ചെയ്യുവാൻ സാധിക്കുന്ന മുകളിൽ പറഞ്ഞ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. രണ്ട്, ഇന്ന പാർട്ടിക്ക് ചെയ്യണം, ഇന്ന പാർട്ടിക്ക് ചെയ്യരുത് എന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം ഇവിടെ മത്സരിക്കുന്ന എല്ലാ പാർട്ടികളും ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നവരും അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ സന്നദ്ധരും ബാധ്യതയുള്ളവരുമാണ്. അതുകൊണ്ട് ഇന്ന പാർട്ടിക്ക് ചെയ്യണമെന്ന് പറയുക സാധ്യമല്ല. മൂന്ന്, മുൻകാലങ്ങളിൽ പഞ്ചായത്തുകളിൽ പ്രവർത്തിച്ച് കഴിവില്ലാത്തവരായിട്ട് സ്വയം വിളംബരം ചെയ്തിട്ടുള്ളവരെ ദയവായി വീണ്ടും സെലക്ട് ചെയ്യരുത്. നാല്, അതാത് പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്നവരും അതാത് പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരും വേണം തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. അഞ്ച്, ഞാനും എൻ്റെ കുടുംബവും പണ്ടു തൊട്ടേ ഇന്ന പാർട്ടിയിലാണ് വോട്ട് ചെയ്യുന്നത് എന്ന് തീർച്ചപ്പെടുത്താതെ അതൊന്ന് തിരുത്തി കുറിക്കുവാനുള്ള ഒരു അവസരമാണ്. തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ കഴിവുകേടുകളും മനസ്സിലാക്കി തിരഞ്ഞെടുക്കപ്പെടേണ്ടവരെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരവസരമാണിത്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പഞ്ചായത്തുകളിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള അഴിമതികൾ ചെയ്യുകയില്ല എന്ന് ഉറപ്പുള്ളവരെ മാത്രമേ ഇത്തവണ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. പൊതുവെ പറഞ്ഞാൽ ഇപ്പോൾ ഇക്കാലത്തെ ചെറുപ്പക്കാർക്ക് ഈ വോട്ട് സമ്പ്രദായത്തിൽ വിശ്വാസമില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ വോട്ട് ചെയ്യാതിരിക്കുന്നതും അതിൽ നിന്ന് മാറി നിൽക്കുന്നതും പഞ്ചായത്തുകളെ നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളുടെ കയ്യിലേക്ക് കൊണ്ടുവിടുവാനായിട്ട് സഹായിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ക്രിയാത്മകമായിട്ട് വോട്ട് ചെയ്യണം. നിങ്ങളുടെ സമ്മതിദാന അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യേണ്ടതാണ്. നോട്ട ചെയ്യുന്നത് കൊണ്ടോ ഇലക്ഷൻ മാറി നിൽക്കുന്നത് കൊണ്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള യാതൊരു പ്രതികരണവും സംഭവിക്കുന്നില്ല, പൊതുനിരത്തിൽ സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ മിക്കവാറും എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ തന്നെ പ്രദേശത്തുള്ളവരാണ്. അവരുടെ കഴിവുകേടുകളും കൊള്ളരുതായ്മകളും മനസ്സിലാക്കി തിരഞ്ഞെടുക്കുവാൻ അർഹതയുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം.